മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഒക്കെ ജനങ്ങൾ അതിജീവിക്കുമെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ എങ്ങനെ അതിജീവിക്കും അറിയില്ല. ഇവിടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തെയാണല്ലോ ആദ്യം നിയോഗിച്ചത്. അദ്ദേഹം കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പറയുന്നു. ഇന്നലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എത്തുന്നു. അദ്ദേഹം അവിടെ എല്ലാം സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞു കേന്ദ്രവും കേരളവും ഒരുമിച്ച് നിന്ന് വേണം ഇവരെ കൈപിടിച്ചുയർത്താൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് എത്രത്തോളം സഹായകരമായി മാറും? തീർച്ചയായിട്ടും ചെറിയ ഇടപെടലല്ല, വലിയ തോതിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ സങ്കുചിതമായ രാഷ്ട്രീയം പറയുന്നതിനേക്കാൾ വയനാടിൻ്റെ ചിത്രം വളരെ ദയനീയമാണ്, അതിഭീകരമാണ്. ഇപ്പോൾ 93 അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. 9000-ലേറെ ഇരകൾ, ഈ ദുരന്തത്തിന് മഴക്കെടുതിക്കിരയായ മനുഷ്യർ അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവിടെ വന്നു ചേർന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാൻ ഒരു ഇടമില്ലാത്തവരാണ് ഈ വന്നു ചേർന്നത്. എന്നാൽ ഈ കലാപം കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടവർ, കൃഷിഭൂമി നഷ്ടപ്പെട്ടവർ, അവരുടെ ഉപജീവനത്തിൻ്റെ സകല വഴികളും അടഞ്ഞവർ, തൊഴിലെടുത്തിരുന്ന എസ്റ്റേറ്റുകൾ തന്നെ അപ്പാടെ കാണാതെ പോയവർ, ഒലിച്ചു പോയവർ, തൊഴിൽ സ്ഥാപനങ്ങൾ, കമ്പനികൾ, കൊച്ചു കൊച്ചു വ്യാപാര സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ, ഇതൊക്കെ ഒഴുകിപ്പോയവർ. അപ്പോൾ ഇതിൻ്റെ ദുരന്തം വളരെ കൂടുതലാണെന്ന് ഞാൻ പറയുന്നത്. ഈ പ്രകൃതിക്ഷോഭത്തിൻ്റെ ദുരന്തം അനുഭവിക്കുന്നവരെ മാഷ് നേരിട്ട് പോയി കണ്ടു. 3-4 ക്യാമ്പുകളിൽ പോയി. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിയവരുടെ പ്രൈം കൺസേൺ എന്താണെന്ന് പറയുക, അവർക്ക് ഭക്ഷണം കിട്ടിയോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല അവരുടെ പ്രശ്നം. ഇനിയും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാത്ത അവരുടെ ഉറ്റവരാണ്. ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും വിശപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് എൻ്റെ മോൻ്റെ വല്ല വിവരമുണ്ടോ എന്നാണ്. കൊച്ചു കുട്ടികൾ ചോദിക്കുന്നത് എൻ്റെ പപ്പ മിഠായി വാങ്ങിക്കാൻ പോയിട്ട് എത്ര ദിവസമായി വന്നില്ലല്ലോ എന്നാണ്. അങ്ങനെ ഒരു ചിത്രം ആലോചിച്ച് നോക്കൂ, വളരെ ദയനീയമാണ്. അത് ചെല്ലുന്നവർ മുഴുവൻ, ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് മൊത്തമായി ചെന്നാലും സംസ്ഥാന ഗവൺമെൻറ് മൊത്തം ചെന്നാലും ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഒരു ചോദ്യങ്ങളാണ് വയനാട് ഉയർത്തുന്നത്. ആ ചോദ്യത്തിൻ്റെ കാരണക്കാർ, അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ, പാരിസ്ഥിതിക കാരണങ്ങൾ, അതൊക്കെ വിലയിരുത്തേണ്ട സമയമല്ല ഇപ്പോൾ. തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയേണ്ട സമയമല്ല. പക്ഷേ വയനാട് വല്ലാത്തൊരു കാഴ്ചയാണ്. ഒരുപാട് പാഠങ്ങളുണ്ട്, അത് ഉണ്ടാക്കുന്നുണ്ട്. നല്ല പാഠങ്ങളുമുണ്ട്. ഒരുപാട് ഒരുമയുടെ എല്ലാം മറന്നിരിക്കുന്നു മനുഷ്യർ. അവർക്ക് അറിഞ്ഞുകൂടെ, അവരവരുടെ ഐഡൻറ്റിറ്റി മറന്നിരിക്കുന്നു. ഇപ്പോൾ ഈ മാത്രമല്ല, അവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ചെല്ലുന്ന ആളുകളും വ്യത്യസ്തങ്ങളായ മേൽവിലാസം, വ്യത്യസ്ത യൂണിഫോമിലൊക്കെയാണ് ചെല്ലുന്നത്. പക്ഷെ അതൊന്നും പോകുന്നവർക്ക് ഒരു ഇഷ്യൂ അല്ല. പുറത്ത് രാഷ്ട്രീയമായി പരസ്പരം സമാധാനാന്തരീക്ഷത്തിൽ ശത്രുക്കളെ പോലെ ഏറ്റുമുട്ടുന്നവരാണ്, പൊരുതുന്നവരാണ്, മത്സരിക്കുന്നവരാണ്. പക്ഷേ ഈ ദുരന്തഭൂമിയിൽ അവരൊന്നും ശത്രുക്കളല്ല. പരസ്പരം ഞാൻ എത്രയോ പേരെ കണ്ടു. ഇപ്പോൾ സേവാഭാരതിയുടെ പ്രവർത്തകന്മാർ ഒരു ഭാഗത്ത്, SDPIയുടെ പ്രവർത്തകന്മാർ, മുസ്ലിം സംഘടനകളൊക്കെ അപ്പുറത്ത്, DYFIക്കാർ, ഇവരൊക്കെ ക്യാമ്പുകളിൽ മാത്രമല്ല ഒരു ഒഴിവുവേളകളിൽ ഇവർ വിയർത്ത് കുളിച്ച് തളരുമ്പോൾ പരസ്പരം വെള്ളം കൊടുക്കുന്നതും അവരാണ്. ഞാൻ പറയുന്നത് നമ്മുടെ പുതിയ രാഷ്ട്രീയ സംസ്കാരം കാണാനുണ്ട് ദുരന്തഭൂമിയിലൊക്കെ. അത് നമ്മൾ പ്രളയകാലത്തും എല്ലാ കാലത്തും അത് കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ കക്ഷി രാഷ്ട്രീയം നമ്മെ വല്ലാതെ ദുഷിപ്പിക്കുന്നു എന്നൊക്കെ ഒരുപാട് പരാതിപ്പെട്ട ഒരാളാണ് ഞാൻ, പരാതിപ്പെടുന്ന ഒരാളാണ്. പക്ഷേ വേണ്ട നേരത്ത് ഒന്നിക്കാനും കുപ്പായത്തിൻ്റെ നിറം അവരുടെ മനസ്സിനെ ബാധിക്കാതിരിക്കാനും ഒക്കെ നമ്മുടെ ദുരന്തഭൂമിയിലെ വളണ്ടിയർമാർക്ക് പറ്റുന്നുണ്ട്, പൊതുപ്രവർത്തകർക്ക് പറ്റുന്നുണ്ട്. ജനങ്ങൾക്കും അത്രയേ ഉള്ളൂ. ഏത് കുപ്പായിട്ട് വന്നാലും അവർക്ക് കിട്ടുന്നത് വെള്ളമാണ്. അതിനിപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ വയനാടിനെ കുറിച്ച് അറിഞ്ഞ പുതിയ വിവരങ്ങൾ വലിയ ഞെട്ടിക്കുന്നത്, വയനാട്ടിലെ കളക്ടർ, കോഴിക്കോട് കളക്ടർ അവിടെ ഒരു കളക്ഷൻ സെൻ്റർ ഉണ്ട്. വയനാട്ടിലെ കളക്ടർ അതാണത് ഏറ്റുവാങ്ങി അവിടെ വിതരണം ചെയ്യുന്നത്. അവർ പറയുന്നത് വയനാട്ടിൽ വളരാത്തൊരു സാധനം കറിവേപ്പിലയാണത്രേ. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ കറിവേപ്പില എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അടിയന്തരമായി എത്തിക്കണം എന്നൊക്കെ കളക്ടറുടെ അറിയിപ്പിലുണ്ട്. പിന്നെ ഒന്ന്, വയനാട്ടിൽ ഈ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കുറച്ചുള്ളത് തേങ്ങയാണ്. നാളികേരമില്ല, നാളികേരം കുറവാണ്. അതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഞാൻ തിരിച്ചു വന്ന് നാട്ടിൽ നിന്നൊക്കെ ചെയ്തത്, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പരമാവധി നാളികേരം പൊളിച്ചിട്ട്, ദീർഘകാലം വലിയ കേടുവരാത്ത നാളികേരം പൊളിച്ചിട്ട് ചാക്കാക്കിയിട്ട് അതൊക്കെ അല്ല നമ്മളെ കൊണ്ടാവുന്നത് ഓരോ ദേശത്തിനും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ വയനാട് ഒരുപാട് പുതിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ആശങ്കകൾ, കസ്തൂരി രംഗൻ്റെയും അത് കഴിഞ്ഞ് മാധവ് ഗാഡ്ഗിലിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ, ഇതൊക്കെ നമ്മളിങ്ങനെ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കസർത്ത് കടലാസായിരുന്നല്ലോ. അതൊക്കെ ഇനിയും എത്ര കാലം നമുക്ക് തുടരാൻ പറ്റും? അപ്പോൾ ഇതിനിടയിൽ
മണ്ണെടുക്കാൻ ഇനി ഓർഡർ ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം തീർച്ചയായിട്ടും. അത് പക്ഷേ ഇപ്പം ഞാൻ ചോദിച്ചു വന്ന ഇത്രേ ഉള്ളൂ, അതായത് അവിടെ നിൽക്കുന്ന ആളുകളുടെ ചോദ്യങ്ങൾ കരൾ അലിയിക്കുന്നതാണ്. മാഷിൻ്റെ വർത്തമാനം കേട്ടല്ലേ, ചെറിയ കുട്ടികൾ വന്നിട്ട് ഇവിടെ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതിജീവനം എങ്ങനെ. ഈ 2 ആഴ്ച വരെ മാധ്യമങ്ങളൊക്കെ കൂടെ ഉണ്ടാവും, പുറത്തുനിന്ന് വരുന്ന ആളുകളുണ്ടാവും, ഡിസാസ്റ്റർ വിസിറ്റേഴ്സ് അല്ലേ, അങ്ങനെയുള്ള കുറേ ടൂറിസ്റ്റുകളുണ്ട്, ദുരന്തക്കാണികൾ. അപ്പോൾ അവർ വരുന്നു. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ നാളെ എന്ത്? ഇന്നലെ വരെ കച്ചവടം നടത്തിയവൻ, ഇന്നലെ വരെ വണ്ടി ഓടിച്ചവൻ, ഇന്നലെ വരെ ഉപജീവനത്തിനായി ഓരോ തൊഴിൽ ചെയ്തവൻ, അവനിനി എന്താ? അവൻ്റെ കയ്യിലൊരു തിരിച്ചറിയൽ കാർഡ് പോലും ഇല്ല. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ ദുരന്തഭൂമി, ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്കിരയായ ആളുകൾക്ക് സിനുജി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, അവർക്കൊരു പ്രത്യേക പരിഗണന എന്നും കിട്ടേണ്ടതുണ്ട്. കാരണം ഇവരെ എന്നും ഇത് വേട്ടയാടും. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ അവിടുത്തെ എസ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ഒരു വലിയ ശ്മശാന ഭൂമിയായിട്ട് മാറുകയാണ്. ഹിന്ദുക്കളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട എല്ലാവരെയും സേവാഭാരതിയുടെ ആളുകൾ ഹിന്ദു ആചാരമുറപ്രകാരം മന്ത്രവും ജപമൊക്കെ ചേർന്നിട്ട് ഒരുമിച്ച് കൂട്ടമായി സംസ്കരിക്കുകയാണ്. നമ്മൾ വാരാണസിയിൽ ഗംഗാതീരത്തൊക്കെ ഈ കാണുന്നത് പോലുള്ള കൂട്ടസംസ്കാരം ഒക്കെ ഉള്ള കൂട്ടസംസ്കാരം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സംസ്കരിച്ചവർക്ക് തീർന്നു, അവർ കണ്ണടച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ കണ്ടതാണ്. എന്തൊരു ആശ്വാസം എന്നറിയോ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം തീരുമാനമായല്ലോ, മരിച്ചു, ആ തീരുമാനമായി, ആശ്വാസം അവർക്ക്. ഇനി എൻ്റെ 2 മക്കളുടെ കാര്യം എന്താ മാഷെ എന്ന് ഓരോരുത്തരോടും ചോദിക്കുന്ന അമ്മമാർ. അപ്പോൾ ഇതൊരു അവസ്ഥയാണ്. ഇനിയും തീരുമാനമായിട്ടില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. അതിനിടയിൽ ഇവരിങ്ങനെ വഴിയിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരു കൈ കാണുന്നു, അപ്പോൾ കുഴിച്ചു പോകുമ്പോൾ അതൊരു മനുഷ്യനായി തീരുന്നു. ഇങ്ങനെയുള്ള കണ്ടെത്തലുകളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ദുരന്തങ്ങൾ, ഒരു കാര്യം വളരെ ശരിയാണ് സിനുജി പറഞ്ഞത്, നമുക്കൊക്കെ ഈ ക്ഷിപ്ര വികാരികളാണ് നമ്മൾ. ഇന്നൊന്ന് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം വരും, ഷോക്ക് വരും. നാളെ നമ്മളത് മറക്കും. നാളെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കൊച്ചു ഒരു പൈങ്കിളി വിഷയം കിട്ടിയാൽ പോലും നമ്മുടെ മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും, നമ്മൾ മറക്കുകയും ചെയ്യും. നമ്മൾ മറന്നതിൻ്റെ ഫലമാണ് ഞാൻ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരെ പ്രത്യേകിച്ചും പറയേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ നമ്മുടെ 2 കേന്ദ്രമന്ത്രിമാർ, ആദ്യം ജോർജ് കുര്യൻ എനിക്ക് തോന്നുന്നു ഓൺ ദി സ്പോട്ട് വളരെ സമയത്തിന് തന്നെ ചെന്ന് കേന്ദ്രത്തിൻ്റെ നരേന്ദ്രമോദി പ്രത്യേകം ഡെപ്യൂട്ട് ചെയ്തതനുസരിച്ച് മണിക്കൂറുകൾക്ക് അവിടെ പറന്നെത്തുകയും സൈന്യത്തിന് ദിവസങ്ങളോളം അവിടുത്തെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ദുരന്തഭൂമിയിൽ, പ്രത്യേകിച്ച് ദേശീയ ദുരന്തഭൂമിയിൽ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്ര ഏജൻസികൾ, അതുപോലെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം, പട്ടാളം, ഇവരൊക്കെ വരുമ്പോൾ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു കേന്ദ്രമന്ത്രി അവിടെ സമയത്തിന് എത്തിയത് വളരെ നന്നായി. രണ്ടാമത്തെ ഒരു കാര്യം, അല്പം വൈകിയാണെങ്കിലും സുരേഷ് ഗോപി വന്നു. അതൊക്കെ ഉണ്ട്. കേരളത്തിൻ്റെ മന്ത്രിമാരുണ്ട്. നമ്മൾ ആരുടെയും മുഖ്യമന്ത്രി പോയി ആരുടെയും ഈ സമയത്തെ സേവനത്തെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ നാളെ മറക്കും എന്നാണ്. ഈ ഞാൻ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്നവരോടും കേരളം ഭരിക്കുന്നവരോടും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ രാഷ്ട്രീയ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പെട്ടിമടയിൽ 77 പേര് മരിച്ചല്ലോ, ഓർമ്മയില്ലേ? 4 കൊല്ലം, 2000-ലാണോ അത്? എനിക്ക് 3-4 കൊല്ലമായി എന്ന് എൻ്റെ ഓർമ്മ. അവർക്കിപ്പോഴും ഗവൺമെൻറ് പ്രഖ്യാപിച്ച, കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് പ്രഖ്യാപിച്ചതെന്ന് തോന്നുന്നു, 2 ലക്ഷം വീതം ആ മരണപ്പെട്ട 77 പേരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇന്നും കൊടുത്തിട്ടില്ല. കാരണം അന്നത്തെ ഒരു ഓളവും വാർത്തയും അതിൻ്റെ ഒരു വൈകാരിക തരംഗത്തിൽ പറഞ്ഞു പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അത് കൃത്യമായി ഡോക്യുമെൻ്റ് ഹാജരാക്കി വാങ്ങിക്കൊടുക്കേണ്ടത് കേരള സർക്കാരിൻ്റെയും ബാധ്യതയാണ്. കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് കേന്ദ്രം വിശദീകരിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ പെട്ടിമടയുടെ കാര്യം ഓർക്കുന്നത് വയനാട് മറ്റൊരു പെട്ടിമടയോ അതിനേക്കാളും വലിയ ഒരു മടയോ ആയിത്തീരുന്നു എന്നുള്ളതുകൊണ്ടാണ്. മറന്നുപോകും, അത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് വയനാടിനെ മറക്കരുതേ എന്നാണ് നമുക്കിപ്പോൾ. എന്തൊക്കെ പറഞ്ഞാലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മളൊക്കെ ഒന്ന് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദൃശ്യങ്ങളാണ് കണ്ടത്. അപ്പോൾ വയനാടിനെ മറക്കരുത്. മറന്നുപോയാൽ അവിടെ ഈ പറഞ്ഞ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള റീഹാബിലിറ്റേഷൻ, പുനരധിവാസം, വീടുകൾ നടക്കും. വലിയ മനസ്സാണ് കേട്ടോ മലയാളിയുടെ. നമ്മളെല്ലാം മറന്ന്, കക്ഷി രാഷ്ട്രീയം ജാതി മതം മറന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, കൊടുക്കാൻ തയ്യാറാണ് ആളുകൾ. പക്ഷെ അത് വിനിയോഗിച്ചാൽ മതി, പരാതികൾ ഉണ്ടാവരുത്. ഇപ്പോൾ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന കാശ് വഴിമാറി ചിലവാക്കുന്നു, വകമാറി ചിലവാക്കുന്നു എന്ന ആരോപണമുണ്ട്. ഗുരുതരമാണ്, അങ്ങേയറ്റം
ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ഭരണകക്ഷിയും ഒന്നും ഒരിക്കലും നേരിടാൻ പാടില്ലാത്ത അധാർമികമാണത്. ആ പർപ്പസിന് വേണ്ടി കരളുരുകി ആളുകൾ കരൾ പറിച്ച് എടുത്തു കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ എനിക്ക് മറ്റൊന്നും തരാനില്ല, എൻ്റെ കുഞ്ഞിൻ്റെ മുലപ്പാല് തരാം എന്ന് പറയുന്നൊരു മനസ്സുണ്ടല്ലോ. അതെ, ആ മനസ്സിനെ നമ്മൾ അതൊരിക്കലും അതിൻ്റെ വില അറിയാതെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഉള്ള കാശ് ഉള്ളവർ കൊടുക്കുന്നതിനേക്കാൾ ഇല്ലാത്തവൻ കൊടുക്കുന്ന കാശിന് വിലയുണ്ട്. അതെ, കൂലിപ്പണിക്കാരൻ കൊടുക്കുന്ന സമ്പാദ്യം, കുഞ്ഞിൻ്റെ കല്യാണത്തിന് ഒരുക്കി വെച്ച ഞാൻ കണ്ട എടുത്തു കൊടുക്കുന്നത് കണ്ടു ഞാൻ. പൊതിഞ്ഞ് ഒരുപാട് പൊതികൾ ഒരമ്മ ഞാൻ കണ്ടതാണ്. ഒരമ്മ ഒരു ചെറിയ തുണിക്കകത്ത് പഴകിയ നോട്ടുകൾ കെട്ടുകെട്ടാക്കി ഇങ്ങനെ മടക്കിയിട്ട് ഓരോ നോട്ടും 4 ആക്കി മടക്കിയിട്ട് 4ഉം 6ഉം ഒക്കെ ആയിട്ട് മടക്കിയിട്ട് ചെറിയ ക്യാപ്സ്യൂൾ പോലെ ആക്കിയിട്ട് തുണിയിൽ പൊതിഞ്ഞിരിക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു തുണി, അതിൻ്റെ പുറത്ത് വീണ്ടും തുണി, ഇങ്ങനെ പഴംതുണികൾ കൊണ്ട് കെട്ടുകെട്ടാക്കി വെച്ചതാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ അമ്മയ്ക്കൊരു പേരക്കുട്ടിയുണ്ട്. ആ കുട്ടി ഇപ്പോൾ 7ാം ക്ലാസ്സിലും കണ്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ആ കുട്ടിയുടെ കല്യാണത്തിന് വെച്ചതാണ്, സ്വരൂപിച്ച് വെച്ചതാണ്. അത് കലക്ടറുടെ കൈ കൊണ്ട് കൊടുക്കുക. ഒരു വല്ലാത്ത ചിത്രം ആലോചിച്ചു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അതൊരിക്കലും വഴിമാറിപ്പോകാനൊന്നും പാടില്ല. പക്ഷേ അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇല്ലാതെ നോക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർ ഏറ്റവും ചുരുങ്ങിയത് ഈ അവൻ്റെ ഉള്ളിലെ മാനവികതയും ഉള്ളിലെ ധാർമ്മികതയും കറകളഞ്ഞ് എല്ലാ മാലിന്യമില്ലാതെ പുറത്തെടുക്കേണ്ട ഒരു സമയമാണിത്. ഈ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്ന ആളുകൾ കുറച്ച് പേര് ഈ മലീമസമായി ചിന്തിക്കുന്ന കുറേ പ്രശ്നമാണ് ഈ ദുരന്ത ഭൂമിയിൽ. ഇപ്പം നമുക്കറിയാം സൈന്യം ചെയ്ത പ്രവർത്തനങ്ങളെ കേരളത്തിലെ മന്ത്രിമാർ പറയുന്നത് ആ ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത് മന്ത്രിമാർ പറയുന്നത്. അത് കഴിഞ്ഞ് അവരോടൊപ്പം ഒരു പ്രതിഫലവും കിട്ടാതെ ഈ സൈന്യം ചെയ്യുന്നത് വേണമെങ്കിൽ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് പറയാം അല്ലേ, അവർ ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നത്. പക്ഷേ ഇതൊന്നും ആഗ്രഹിക്കാതെ കുറേ സന്നദ്ധ പ്രവർത്തകർ, വിവിധ സംഘടനകൾ, ഇസ്ലാം മതക്കാർ, ക്രിസ്ത്യൻ മതക്കാർ, എല്ലാവരും വരും. എന്നിട്ട് അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിനെ മലീമസമായി കാണുന്ന കുറച്ച് രാഷ്ട്രീയക്കാർ ഇപ്പോഴും ഇല്ലേ? ഉണ്ട്. തീർച്ചയായും രാഷ്ട്രീയക്കാർ മാത്രമല്ലാന്നേ, അതിൽ മതക്കാരുണ്ട്, അതിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഇത് ഈ എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒരാളുടെ ഒരു നാക്കുപിഴയോ ഒരു എന്തെങ്കിലും ഒരു അനുചിതമായൊരു വാക്കോ ഔചിത്യമില്ലാത്ത ഒരു ചിരിയോ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും കിട്ടിയാൽ അത് ഹൈലൈറ്റ് ചെയ്ത് നടക്കുന്നൊരു സ്വഭാവമുണ്ട്. മാത്രമല്ല സൈന്യം ഇന്നലെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ ഒരു മതപ്രസംഗം ആരൊക്കെയോ എടുത്ത്, ഞാനിതൊന്നും പ്രചരിപ്പിക്കാൻ പോലും പാടില്ല ഇപ്പം, അതുകൊണ്ട് ഞാൻ ആർക്കും അയച്ചു കൊടുത്തില്ല. ഇത്തരം സംഗതികൾ വരുന്നുണ്ട്. പ്രസംഗം എന്താ വെച്ചാൽ സൈന്യം വന്നിട്ടുണ്ട് വയനാട്ടിൽ, സൂക്ഷിക്കുക. സൈന്യം ആരാണെന്ന് അറിയാമല്ലോ, അവർ നമ്മുടെ അമ്മമാരെയും പെങ്ങന്മാരെയും ബലാത്സംഗം ചെയ്യാൻ വരുന്നവരാണ്. ഏതോ കാലത്ത് നമ്മളെ ശ്രീലങ്കയിലെങ്ങാണ്ട് നമ്മുടെ ഇന്ത്യൻ പട്ടാളം പോയപ്പോൾ ഉണ്ടായ ഏത് പട്ടാളവും എല്ലാ കാലത്തും എവിടെയെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടാവും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും. അതിനെ ഹൈലൈറ്റ് ചെയ്ത് അതും ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പം അവർ വരുന്നത് എന്തിനാണ്? എന്തുമാത്രം ജീവൻ പണയം വെച്ചിട്ടാണ് അവരവിടെ ബിസ്ക്കറ്റ് കഴിച്ചിട്ടാണ് അത് തന്നെ നമ്മൾ നോക്കി നിൽക്കിയ ഒരു പാലം ഉണ്ടായി വരികയാണ്. ഇന്ത്യൻ പട്ടാളത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുള്ളതിൻ്റെ തെളിവാണത്. അവരുടെ മുമ്പിൽ ഒന്ന് നമിക്കെങ്കിലും വേണ്ടേ? ആ സമയത്ത് ഏതോ കാലത്ത് ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ കാണിച്ച അനിഷ്ടങ്ങളെ അല്ലെങ്കിൽ ദുർവൃത്തികളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ആക്ഷേപിക്കുക, ഈ തരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കാഴ്ച, മോശം കാഴ്ച വന്നു എന്ന് വിചാരിച്ചു, ഒരാളുടെ മനസ്സാണ് അവിടെ പ്രകടമാവുക. അവൻ അത് എവിടെ ചെന്നാലും അവനത് പ്രകടിപ്പിക്കും. അവിടെ ഷോവനിസം കാണിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ന്യൂസ് മാനിയ കാണിക്കുന്നവരുണ്ടാവും. അതൊക്കെ അവൻ്റെ മനസ്സാണ്, അവൻ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അതെടുത്ത് പ്രചരിപ്പിക്കുകയല്ലല്ലോ വേണ്ടത്, അത് പ്രചരിപ്പിക്കേണ്ടതില്ല. അത് നമ്മൾ കണ്ടാൽ ആ സമയത്ത് ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്തൊരു കാഴ്ചയാണ്. നമ്മൾ കണ്ടില്ല എന്ന് വെച്ചേക്കുക, അവഗണിക്കുക. ഇതെല്ലാ വിഭാഗവും ഉണ്ട്, പരസ്പരം പ്രചരിപ്പിക്കുന്നതിനേക്കാളും വലിയ കുറ്റമല്ല. ഒരു മോശം കാര്യം നമ്മൾ കണ്ടു എന്ന് വിചാരിച്ചു, മോശം കാര്യം നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഒരാൾ ഏത് തരത്തിലായാലും ഒരു മോശം വാക്ക് പറഞ്ഞത് നമ്മൾ കേട്ടു, അന്ന് പറയാൻ പാടില്ലാത്തൊരു വാക്കാണെങ്കിൽ അത് പ്രചരിപ്പിക്കാനും പാടില്ല. ഇതാണല്ലോ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിലപാടെടുക്കണം, അത് വളരെ ശരിയാണ്. എന്തായാലും വയനാട് ഒരു വലിയ പാഠമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കേന്ദ്രവും കേരളവും കൂടെ കൈകോർത്തുകൊണ്ട് പുനഃസൃഷ്ടിക്കും, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണല്ലോ വേണ്ടത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവിടെ പോകേണ്ട ഒരാൾ, ഈ അവിടെ ചെന്ന് വലിയ പണി ചെയ്യേണ്ട ഒരാൾ നമ്മുടെ ഗവർണറാണ്. കേരളത്തെയും അത് പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ സമയത്ത് വന്നിട്ടുണ്ട്. ഏത് കോണ്ടസ്റ്റിലാണെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗവർണർമാരുടെ യോഗം അടിയന്തരമായിട്ട് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഈ ദുരന്ത ഭൂമിയിൽ മാത്രമല്ല, സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അംബാസഡർമാരായിട്ട് ഗവർണർമാരണം. നമ്മുടെ ആരിഫ് ഖാനൊക്കെ കിട്ടേണ്ട ഒന്നാണത്. ഞാൻ പറയുന്നത്
ഓരോ പ്രദേശത്തിനും അതിൻ്റെ അതാത് കാലത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. അതെ. ആ രാഷ്ട്രീയ നിലപാടുകളോട് കലഹിക്കാൻ പോയിട്ട് എന്താ? അതാണോ ഗവർണറുടെ പണി? കലഹിക്കാം. അത് കലഹിക്കാൻ ആ നാട്ടിൽ തന്നെ ആളുണ്ടാവും. അതിനാണ് അവിടുത്തെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ അവർ ചെയ്യുക. പക്ഷേ പ്രതിപക്ഷം എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണത്. BJP അവരുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സൗകര്യങ്ങളും പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിവാദം ഉണ്ടായത് മുന്നറിയിപ്പിനെ കുറിച്ചാണ്. മുന്നറിയിപ്പ് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായ സ്റ്റണ്ടാണ്. അത്രേ ഉള്ളൂ. മുന്നറിയിപ്പ് ഞാനത് നോക്കുമ്പോൾ അമിത്ഷാ പാർലമെൻറ്റിൽ ഞങ്ങൾ നേരത്തെ ഒരാഴ്ച മുമ്പേ മുന്നറിയിപ്പ് കൊടുത്തിട്ടും കേരളം ആക്ഷൻ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് ഹിന്ദു പത്രം ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തിയിരുന്നു. ഈ പറഞ്ഞതിൽ ശരിയുണ്ടോ? അപ്പോൾ അമിത്ഷാ പാർലമെൻറ്റിൽ എണ്ണി പറഞ്ഞ കേന്ദ്ര കാലാവസ്ഥാ ഏജൻസികൾ കൊടുത്ത യഥാർത്ഥ റിപ്പോർട്ട് എന്താണ്? കേരളത്തിന് അയച്ച റിപ്പോർട്ട്. അതിപ്പോൾ മുഖ്യമന്ത്രി തിരിച്ചടിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയമെന്ന് വിചാരിക്കാം. പക്ഷേ ഹിന്ദു പത്രം അത് വളരെ ഉത്തരവാദിത്തത്തോടെ ആ സൈറ്റിലെ യഥാർത്ഥ ന്യൂസ് അടക്കം കൊടുത്തു. എവിടെയും അപ്പോൾ ചിത്രങ്ങൾ പോലും ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ഏറ്റവും ലീസ്റ്റ് സാധ്യതയുള്ള പച്ച നിറത്തിലാണ് ചിത്രങ്ങൾ കൊടുത്തത്. അത് 2-3 കളറായിട്ടാണല്ലോ കൊടുക്കുക. മാത്രമല്ല റെഡ് അലർട്ട് പുലർച്ചെ 1:30 മണിക്കാണ് കൊടുക്കുന്നത്. റെഡ് അലർട്ട് അതിന് മുമ്പുള്ളതൊക്കെ ഈ യെല്ലോ അലർട്ടും അതൊക്കെ അതുപോലെ ഒരു ദിവസം മുമ്പാണ്. അപ്പോൾ അലർട്ട് കൊടുത്തു. 23-ാം തീയതി മെസ്സേജ് പോയി. അതായത് വയനാട്ടിലെ ചില പ്രദേശങ്ങളിൽ മഴ കൂടുതൽ ലഭിക്കാനിടയുണ്ട് എന്ന ഒരു ജാഗ്രത. അതുപോലും റെഡ് അലർട്ട് അല്ല. മനസ്സിലായില്ലേ? മാത്രമല്ല ചിത്രം കൊടുക്കൂ ഇതിൻ്റെ കൂടെ. കാലാവസ്ഥ വാർത്ത കണ്ടില്ലേ? കാലാവസ്ഥ സൈറ്റിൽ അന്ന് കൊടുത്ത റിപ്പോർട്ടിലൊക്കെ പച്ചയേ ഉള്ളൂ, അതിനപ്പുറം പോയിട്ടേ ഇല്ല. പച്ച ലീസ്റ്റ് ബോധേഡാണ്. ലീസ്റ്റ് പോസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പാർലമെൻറ്റിൽ വലിയ ഒച്ചപ്പാടുണ്ടാകുമ്പോൾ എന്തെങ്കിലും മറുപടി പറയേണ്ടി വരും. അത് രാഷ്ട്രീയമായൊരു മറുപടിയായിട്ട് എടുക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല. കേന്ദ്രം ചെയ്തത് കേന്ദ്രം പറഞ്ഞിട്ടില്ല. വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം വയനാട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ദുരിതത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് നന്ദി പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ആ ദുരന്തമുഖത്ത് ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമിതമായ രാഷ്ട്രീയമൊന്നുമില്ല. അതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷവും. കേരളത്തിലെ പ്രതിപക്ഷത്ത് കെ സുധാകരന് വേണ്ടാധീനം, അത് പിന്നെ മൂപ്പരുടെ നാക്കിൻ തുമ്പത്ത് മൂപ്പരുടെ ശത്രു ഉണ്ട്. ആ സമയത്ത് സതീശനും കൂട്ടരും ഒക്കെ തന്നെ വലിയ തോതിൽ കേരളത്തിലെ പ്രതിപക്ഷ MLA-മാരുടെ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് അതേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിക്കുന്നൊരു ചിത്രം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ശാശ്വതമായ പാഠമാകട്ടെ എന്ന് തൽക്കാലം നമുക്ക് ആശംസിക്കാം. മാത്രമല്ല ദീർഘകാലാടിസ്ഥാനത്തിലുള്ള റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റുകൾ, പുനരധിവാസ പദ്ധതികൾ വയനാടിന് വേണ്ടി വരും. പല തലത്തിൽ വേണ്ടി വരും. കാർഷിക മേഖലയിൽ വേണ്ടി വരും, നിർമ്മാണ മേഖലയിൽ വേണ്ടി വരും, പാരിസ്ഥിതികമായ അവബോധത്തിൻ്റെ ഒരു തലത്തിൽ ബോധവൽക്കരണം വേണ്ടി വരും. ഈ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതം ഉറപ്പുവരുത്താനുള്ള പ്രത്യേകമായ കാർഡോ, ഡിസാസ്റ്ററിന് ഇരകളായി തീർന്ന മനുഷ്യർക്ക് ശാശ്വതമായി പ്രത്യേക സൗജന്യമായ റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അത് ദുരന്തകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുമ്പോൾ മാത്രം മതിയാവില്ല. ശാശ്വതമായ സംവിധാനങ്ങളാണ് അവിടെ വേണ്ടിവരിക. അത്രയേറെ ദീർഘകാല ഭവിഷ്യത്തുണ്ടാക്കുന്നതാണ് ഈ ദുരന്തം. ഈ പാഠം മലയാളി ഗൗരവമായിട്ട് കാണട്ടെ നമുക്ക് ആശിക്കാം. തീർച്ചയായിട്ടും ദുരന്തമുഖത്ത് നിന്ന് ഇപ്പോഴും വയനാട് ഉണർന്നിട്ടില്ല. മഴ കുറഞ്ഞതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലാത്ത ഒരുപാട് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഇനിയും ഉണ്ട്. കിട്ടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ മരിച്ചോ എന്ന് ഉറപ്പില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ പോലും അസാധ്യമായൊരു കേരളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാഠം എല്ലാ മനുഷ്യർക്കും പാഠമാകട്ടെ, എല്ലാ കാലത്തേക്കുള്ള പാഠമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.